ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊളിയസ് പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നമുക്ക് അധികം പണച്ചിലവൊന്നും ഇല്ലാതെ നമ്മുടെ ഗാർഡൻ നല്ല കളർഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കൊളിയസ് പ്ലാന്റ്സ്. കാണാൻ നല്ല ഭംഗിയാണ്, ഇതിങ്ങനെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല വലിയ ലീഫ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഇതുപോലെ ബുഷിയായി നിർത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടെ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് കളറിലും ഒരുപാട് വെറൈറ്റീസിലും കാണുന്നൊരു ചെടിയാണ് ഈ ഒരു കൊളിയസ് പ്ലാന്റ്. അപ്പോൾ എൻ്റെ അടുത്തിപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ബുഷിയായിട്ട് ഇത് വളർത്തിയെടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് നിർത്താൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ എല്ലാ വെറൈറ്റീസും ഒരുമിച്ച് ഒരു കൂട്ടായിട്ട് അങ്ങനെ വെച്ചിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ, പല കളറിൽ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ നട്ടിട്ടുള്ള ഒരു കൊളിയസ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ചുരുണ്ടിട്ട് ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു ലീഫ് കണ്ടില്ലേ, മെറൂണും ഗ്രീനും കൂടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത്, എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കൂട്ടായിട്ട് നിർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ വെക്കണമെന്നില്ല, ഇത് സെപ്പറേറ്റ് നമ്മൾ പോട്ടുകൾ കുറച്ച് വിട്ട് അകലത്തിൽ വെച്ചിട്ട് ഓരോ ചെടിയും നല്ല ബുഷിയാക്കി എടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, ഓരോന്നും സെപ്പറേറ്റ്. ഇപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നിയപ്പോൾ ഇങ്ങനെ വെച്ചു എന്ന് മാത്രം. പിന്നെ ഒരു തോന്നലിന് അങ്ങനെ മാറ്റിയിട്ട് സെപ്പറേറ്റ് വെക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നതൊരു ഭംഗി, അപ്പോൾ അത് അങ്ങനെ വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ ലീഫ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. ഒരു ഗ്രീനും യെല്ലോയും കൂടിയ കളറാണ്. അതുപോലെ തന്നെ ഈ മെറൂൺ ലീഫ് ഉണ്ടല്ലോ, ഇതൊരു വെൽവെറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതുപോലെ വലിയ ലീഫൊക്കെ ആയിട്ട് കാണുമ്പോഴാണ് ഈ ചെടിയുടെ ഭംഗി. അതുപോലെ ഇതിന് മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ഇതിലൊരു പൂവ് വരും കേട്ടോ, ഒരു കതിര് പോലെ ഒരു പൂവ് വരും. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഇതിൽ നിർത്താൻ പാടില്ല. അത് അതിൽ നിർത്തി കഴിഞ്ഞാൽ ഈ ചെടിയുടെ വളർച്ചയൊക്കെ മുരടിക്കും, ഇതിൻ്റെ ഈ ഇലകളൊക്കെ മുരടിച്ച് പോകും. അപ്പോൾ ആ ഒരു വളർച്ച മുരടിക്കുന്ന സമയത്ത് ആ പ്ലാന്റ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കതിര് വരുന്ന സമയത്ത് ഏത് കൊളിയസ് പ്ലാന്റിൽ കതിര് വന്നു കഴിഞ്ഞാലും നമ്മളത് അപ്പം തന്നെ അതുമെന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ ഇതിൽ 1-2 പ്ലാന്റ്സിലൊക്കെ അങ്ങനെ കതിര് വന്നിട്ടുണ്ടായിരുന്നു മുന്നേ, അത് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ ബുഷിയായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ കതിര് വന്നിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ ഈ പ്ലാന്റ് ഒന്ന് ഹൈറ്റ് വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ട് നമ്മളൊരു ചെറിയ പീസാണ് ഇത് ശരിക്കും പോട്ടിൽ നട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് വെച്ച് കൊടുത്ത് അത് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു അഗ്രഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല ബുഷിയായിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇത് അങ്ങനെ കട്ട് ചെയ്തതാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വളർന്നു വരുന്ന ഇതിൻ്റെ ഒരു ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പൂവ് ഇടാനും ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ചെടി നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ലീവ്സൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി കണ്ടില്ലേ, ഇത് നമ്മൾ വെയിലുള്ള ഭാഗത്ത് ഇരിക്കുമ്പോൾ ഇതിൻ്റെ കളറിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് ഇതിപ്പോൾ ഈ നല്ല കളറിൽ ഇരിക്കുന്നത്. അപ്പോൾ വെയിൽ ഷെയ്ഡുള്ള ഭാഗത്തേക്ക്, കുറച്ച് തണലുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ ചെടിയുടെ ലീഫിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതിന് അത്യാവശ്യം കുറച്ച് വെയിൽ അത്യാവശ്യമാണ് എന്ന് വെച്ചിട്ട് ഒരു ദിവസം ഫുള്ള് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കരുത്, അതും ഈ ചെടിക്ക് ദോഷമാണ്. അപ്പോൾ കുറച്ച് വെയിൽ കിട്ടുന്ന ഒരു ഭാഗം നോക്കിയിട്ട് വെക്കുക. നന്നായിട്ട് ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ലീഫിനൊന്നും അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് കളറൊന്നും കിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് സമയം വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് നോക്കിയിട്ട് ഈ ചെടികൾ വെക്കുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, ഇതൊക്കെ അതുപോലെ ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് നല്ല ബുഷിയായിട്ട് കിട്ടുക. പിന്നെ നമ്മൾ ചെടികളൊന്ന് നന്നായിട്ട് വളർന്ന് ഇതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതുമൊന്നൊരു പീസ് എടുത്തിട്ട് ഒരു പോട്ടിലോട്ടോ അതല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോട്ടോ എന്തിലോട്ടെങ്കിലും ഒന്ന് മാറ്റി നട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് വളർന്ന് പുതിയൊരു പ്ലാന്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും. അപ്പോൾ അങ്ങനെ ഒരു ചെടി അങ്ങനെ മുരടിച്ച് പോകുന്നുണ്ട് എന്ന് കണ്ടാൽ ആദ്യം നമ്മൾ അത് ചെയ്യാണ് വേണ്ടത്. അല്ലാണ്ട് ഇതുമ്മൽ കൂടുതൽ പണിയെടുക്കുന്നതിലും നല്ലത് ഇതുമൊന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ വേറൊരു പോട്ടിലേക്ക് നട്ട് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി കണ്ടില്ലേ, ഇതിൻ്റെ ലീഫ് ഇപ്പോൾ യെല്ലോയും മെറൂണും ഗ്രീനൊക്കെ കൂടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ്.
അപ്പോൾ ഈ ഒരു ലീഫ് കണ്ടു നോക്കൂ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സെയിം പ്ലാന്റാണ് കേട്ടോ, ഒരൊറ്റ ബ്രാഞ്ചിൽ നിന്ന് ഉണ്ടായിട്ട് പൊട്ടി വന്നിട്ടുള്ള പ്ലാന്റാണിത്. അതിൻ്റെ ഈ ഒരു ലീഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ ഒട്ടും വേറെ കളറൊന്നുമില്ലാതെ വെറും ഗ്രീനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് അത് ഷെയ്ഡിലായതുകൊണ്ടാണ് കേട്ടോ. ഈ ഭാഗത്തേക്ക് കുറച്ച് ഷെയ്ഡുള്ള ഭാഗമാണ്, വെയിൽ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ ആയിട്ടുള്ളത്. വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് ഫ്രണ്ട് ഭാഗത്തോട്ട് കണ്ടില്ലേ ലീഫിൽ നല്ല ഡിസൈനും നല്ല കളറുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ, നമുക്ക് അത്യാവശ്യത്തിനൊരു വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വെക്കണം, എന്നാൽ വെയിൽ ഓവറായി പോവരുത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ നനച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് വെള്ളം ആവശ്യമാണ്. ഈ നല്ല വെയിലുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നനച്ച് കൊടുക്കുക തന്നെ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വാടിപ്പോവും. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ലീവ്സിൻ്റെ ആ ഒരു ഹെൽത്തൊക്കെ പോകും കേട്ടോ നനച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയോ അതല്ലെങ്കിൽ ആട്ടിൻകാഷ്ടമൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതൊക്കെ ചെയ്യുമ്പോൾ ആട്ടിൻകാഷ്ടമൊക്കെ ചൂടുള്ള സംഭവമാണ്, അതുകൊണ്ട് തന്നെ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ നമ്മൾ ഇതിന് പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ചാണകപ്പൊടി അതുപോലെ കുറച്ച് മണ്ണും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മണലും കൂടെ ചേർത്താൽ നന്നായിരിക്കും. ഒരുപാട് നമ്മളിങ്ങനെ ഒരുപാട് കെയർ ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു ചെടിയൊന്നും അല്ല കേട്ടോ അത്. അത്യാവശ്യം മണ്ണും കുറച്ച് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് വളർന്നു വരും. പിന്നെ പോട്ടി മിക്സിൽ കുറച്ച് എല്ലുപൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് അത് നല്ലതാണ്. അപ്പോൾ പോട്ടി മിക്സിൽ അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് അധികമായിട്ടില്ല കേട്ടോ, ഇത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാഞ്ചസൊക്കെ നന്നായിട്ട് ബുഷിയായി വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എല്ലാ പ്ലാന്റും ഇങ്ങനെ ഒന്ന് വളർന്നു വരുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് നീണ്ടു പോവാതെ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്